ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ ഈ 23-ാമത്തെ വചനത്തിൽ നമുക്ക് 23-ാമത്തെ വചനത്തിൽ നമുക്ക് കാരാഗൃഹ പ്രമാണിയെ കാണുവാൻ കഴിയുന്നു. പൗലോസിനെയും ശിലാസിനെയും പ്രമാണികളുടെ അടുക്കലേക്ക് കൊണ്ടുപോയി അടിച്ച് ദൈവവചനം പറഞ്ഞതിന് അടിച്ച് കാരാഗൃഹത്തിൽ അടച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 20 തൊട്ട് നമ്മൾ 34 വരെ നമ്മൾ വായിച്ചാൽ അവിടെ നമുക്ക് കാരാഗൃഹ പ്രമാണിയും പൗലോസും ശീലാസിനെയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസും ശീലാസും സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞ് അവരെ കാരാഗൃഹത്തിൽ അടച്ച് അപ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടു. ചങ്ങനക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ് നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശിലാസിൻ്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. താമസിയാതെ കാരാഗൃഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ യൂറോപ്പിലെ രണ്ടാമത്തെ വിശ്വാസിയാണ് കാരാഗൃഹ പ്രമാണിയും അവൻ്റെ കുടുംബവും എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം ആരെ വിളിച്ച് വേർതിരിക്കണമോ അവരെ ദേശത്ത് നിന്ന് കുടുംബത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് തൻ്റെ വചനം പഠിപ്പിച്ച് തൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ വേണ്ടി ഒരുക്കുന്നതായിട്ട് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെയും ഒരുക്കണമേ, എന്നെയും വിളിക്കണമേ, എന്നെയും വിളിച്ച് വേർതിരിച്ച് നിൻ്റെ സന്നിധിയിൽ നിർത്തണമേ, നീ ആഗ്രഹിക്കുന്ന ഒരു ഭക്തയാക്കി എന്നെ മാറ്റണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.